ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം ഇംഗ്ലീഷിലെ അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഷോർട്ട് ഫിക്ഷൻ ആണ്. അതിലെ തേർഡ് ചാപ്റ്റർ ആയ ഈവ്ലിൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളും അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം കേട്ടോ. Okay, let us move on to the chapter Eveline. Before that, here we have to discuss about the author James Joyce. James Joyce was one of the most influential and innovative writers of the 20th century. He was born in Dublin, Ireland. He was largely educated by Jesuits before he went to the University College of Dublin. He got his BA in 1902. From an early age, he had a passion for literature. He was particularly interested in the works of Norwegian playwright Henrik Ibsen and Irish writer W.B. Yeats. He also studied Dante, Aristotle and Thomas Aquinas. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെയിംസ് ജോയ്സ് 20th സെഞ്ച്വറിയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയതും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റൈറ്റേഴ്സിലെ ഒരാളായിരുന്നു. അദ്ദേഹം അയർലൻഡിലെ ഡബ്ലിനിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഡബ്ലിൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരുന്നതിന് മുൻപ് ജെസ്യൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി അച്ഛന്മാരെയാണ്. അവരായിരുന്നു അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1902 അദ്ദേഹം BA പാസ്സായിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു പാഷനായിരുന്നു. അതുകൊണ്ട് തന്നെ നോർവീജിയൻ പ്ലേ റൈറ്റർ ആയിട്ടുള്ള ഹെൻറിക് ഇബ്സൺ, അതുപോലെ തന്നെ ഐറിഷ് റൈറ്റർ ആയിട്ടുള്ള W.B. യീറ്റ്സ് എന്നിവരോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ്. ഡാൻറ്റെ, അരിസ്റ്റോട്ടിൽ, അതുപോലെ തന്നെ തോമസ് എക്വിനസ് എന്നിവരെയൊക്കെ അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. In 1927, Joyce published his collection of 13 poems. His last work was an experimental novel, Finnegan's Wake. In 1941, following an intestinal operation, Joyce died in Zurich and he is buried there. His frank portrayal of human nature, coupled with his mastery of language and brilliant development of new literary forms, made him a major figure of literary modernism. He is one of commanding influences on the novelist of the 20th century. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് 1927 ജോയ്സ് 13 പോയംസ് ഉള്ള അല്ലെങ്കിൽ കവിതകളുള്ള ഒരു കളക്ഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ നോവലായിട്ടുള്ള ഫിനെഗൻസ് വേക്ക് ആയിരുന്നു. 1941 അദ്ദേഹത്തിന് വയറ്റിലെ ഒരു ഓപ്പറേഷനെ തുടർന്ന് സ്യൂറിക്കിൽ വെച്ചിട്ട് അദ്ദേഹം മരിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ ശവം അടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നുണ്ട് ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ മനുഷ്യപ്രകൃതിയുടെ തുറന്നു കാട്ടലും അതുപോലെ തന്നെ മാസ്റ്ററി ഓഫ് ലാംഗ്വേജ്, അതായത് ഭാഷാ നൈപുണ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ആധുനിക രചനാ രീതികളൊക്കെ അദ്ദേഹത്തെ ആധുനിക സാഹിത്യത്തിൽ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഒരു പ്രതിഭയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 20th സെഞ്ച്വറിയിലെ ഏറ്റവും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്നു നമ്മുടെ ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഓഥറിനെ കുറിച്ച് അറിയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. Eveline. Okay, let us start. Eveline Hill sits at a window in her home and looks out onto the street, fondly recalling her childhood. She remembers the time when she played with other children in the nearby field. It is now developed with new homes. Her thoughts turn to her sometimes abusive father with whom she lives and to the prospect of freeing herself from her hard life, doing with 2 different jobs as a shop worker and as a nanny to support herself and her father. She had 2 brothers, Ernest and Harry. Ernest is dead and Harry is in the church decorating business, nearly always away from home. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈവ്ലിൻ ഹില്ലാണ്. അവൾ തൻ്റെ ജനലിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കി തൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചിന്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള ഫീൽഡിൽ മറ്റുള്ള കുട്ടികളോട് കൂടി കളിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് അവൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ ഫീൽഡ് ഇപ്പോഴില്ല. അവിടെ അതിന് പകരം ഒരുപാട് ബിൽഡിങ്സ് ഉയർന്നു വന്നിട്ടുണ്ട്. അവളുടെ ചിന്ത പിന്നീട് അവളുടെ ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരനായിട്ടുള്ള ഫാദറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അവളിപ്പോൾ വീട്ടുജോലികൾക്ക് പുറമെ വേറെ 2 ജോലികളും കൂടെ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഷോപ്പിലും അതുപോലെ തന്നെ രണ്ടാമത്തേത് അവളൊരു നാനി ആയിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് 2 ബ്രദേഴ്സാണ് ഉള്ളത്. ഒന്ന് ഏണസ്റ്റും അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഹാരിയുമാണ്. എന്നാൽ ഏണസ്റ്റ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഹാരി പള്ളികളിലൊക്കെ അല്ലെങ്കിൽ ചേർച്ചിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ബിസിനസ്സിലാണ്. മിക്കവാറും ദൂരസ്ഥലങ്ങളിലായിരിക്കും അവനക്ക് ജോലി ഉണ്ടാവുന്നത്. Then, Eveline faces a difficult dilemma: remain at home like a dutiful daughter or leave Dublin with her lover, Frank, who is a sailor. He is very kind, manly and open-hearted.
He wants her to marry him and live with him in Buenos Aires, and she has already agreed to live with him in secret. As Eveline recalls, Frank's courtship of her was pleasant until her father began to voice his disapproval and quarrel with Frank. After that, the two lovers met in secret as they were afraid of being caught by the angry father. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവ്ലിൻ വളരെയധികം വിഷമത്തോടു കൂടെയാണ് ഇരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു ഡ്യൂട്ടിഫുൾ ഡോട്ടർ എന്ന നിലയിൽ അവൾ വീട്ടിൽ തന്നെ തുടരണോ അതോ തൻ്റെ ലവറായിട്ടുള്ള ഫ്രാങ്കിൻ്റെ കൂടെ ഡബ്ലിൻ വിട്ടു പോകണോ എന്നുള്ള കാര്യത്തിലാണ് അവൾക്ക് വിഷമം. ആക്ച്വലി ഫ്രാങ്ക് എന്ന് പറയുന്നത് അവളുടെ ലവറാണ്. അദ്ദേഹം ഒരു സെയിലറാണ്. അയാൾ വളരെ ദയയും അതുപോലെ തന്നെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവളെ കല്യാണം കഴിച്ച് ബ്യൂണസ് ഐറസിൽ കൊണ്ടുപോകണമെന്നാണ് അയാളുടെ ആഗ്രഹം. വളരെ രഹസ്യമായിട്ട് അവൾ അതിന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്രാങ്കുമായിട്ടുള്ള അവളുടെ ആ ഒരു പ്രേമം അവളുടെ ഫാദർ ഇടപെടുന്നത് വരെ വളരെ പ്ലസൻ്റ് ആയിരുന്നു. പക്ഷേ അവളുടെ ഫാദർ ഫ്രാങ്കുമായിട്ട് വഴക്കടിക്കുന്നുണ്ട്. അതോടുകൂടെ ഫ്രാങ്കിനെ കാണുന്നതിൽ നിന്ന് അവളെ വിലക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അവർ വളരെ സീക്രട്ടായിട്ട് തന്നെ പരസ്പരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു. Then, as Eveline reviews her decision to embark on a new life, she holds in her lap 2 letters she has written, one to her father and one to her brother Harry. She begins to favor the sunnier memories of her old family life when her mother was alive and her brother was living at home, and notes that she did promise her mother to dedicate herself to maintaining the home. She reasons that her life at home, cleaning and cooking is hard but perhaps not the worst option. Her father is not always mean. When she was sick one day, he read to her a ghost story and made toast for her at the fire. In the past, he even made the children laugh by putting on her mother's bonnet. As she was thinking like this, she heard the sound of a street organ. It reminds her of her mother's death, and her thoughts change course. She remembers her mother's uneventful, sad life and passionately embraces her decision to escape the same fate by living with Frank. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ദിവസം അവൾ വീട്ടിലിരുന്നുകൊണ്ട് തൻ്റെ പുതിയ ജീവിതത്തെ പറ്റി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അവളുടെ മടിയിൽ 2 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് അവളുടെ ഫാദറിന് എഴുതിയതായിരുന്നു, മറ്റേത് അവളുടെ ബ്രദറായിട്ടുള്ള ഹാരിക്ക് എഴുതിയിട്ടുള്ളതായിരുന്നു. ആ ഒരു സമയത്ത് തൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴുള്ള നല്ല നല്ല ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ പ്രോമിസ് അവൾ പിന്നീട് ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, തൻ്റെ കുടുംബത്തിനെ നല്ല പോലെ പരിരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു പ്രോമിസ് ആയിരുന്നു അവൾ തൻ്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവളുടെ വീട്ടിലെ ജീവിതത്തെ പറ്റി അവൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യലൊക്കെ ആയിരുന്നു അവളുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും ഒരു വലിയ ജോലിയായിട്ട് അവൾ കാണുന്നില്ല, അല്ലെങ്കിൽ അത് അത്രയും ഒരു പ്രയാസമുള്ള ഒരു ജോലിയായിട്ട് അവൾ കാണുന്നില്ല. അതുപോലെ തന്നെ അവളുടെ ഫാദർ എപ്പോഴും ഒരു ക്രൂവൽ പേഴ്സണാലിറ്റി ആണ് എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവൾക്ക് അസുഖം വന്ന സമയത്ത് അവളുടെ ഫാദർ അവൾക്ക് ഗോസ്റ്റിൻ്റെ കഥ അല്ലെങ്കിൽ ഭൂതകഥയൊക്കെ വായിച്ച് അവളെ രസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൾക്ക് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പണ്ട് ചെറുപ്പകാലത്ത് അവർ കുടുംബസമേതം പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്ത് അവളുടെ ഫാദർ അമ്മയുടെ ബോണറ്റ് ധരിച്ച് അവരെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലി മെമ്പേഴ്സിനെ അവർ രസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവൾ ആലോചിച്ചെടുത്തപ്പോൾ അവൾക്ക് തോന്നി അവളുടെ ഫാദർ അത്ര തന്നെ ഒരു ക്രൂവൽ പേഴ്സണാലിറ്റി അല്ല. അദ്ദേഹം ചില സമയങ്ങളിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവൾ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഒരു പഴയകാല സ്മരണകളിൽ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് ഓർഗൻ്റെ സംഗീതം അവൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അത് അവളുടെ അമ്മയുടെ ആ ഒരു മരണത്തെ പറ്റി അവളെ വല്ലാണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ആ ഒരു ചിന്ത വേറൊരു വഴിക്കായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയുടെ ആ ഒരു ദുഃഖപൂർവ്വമായിട്ടുള്ള ജീവിതം പിന്നീട് അവൾ വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾക്ക് വീട് വിട്ടു പോകാനുള്ള അവളുടെ ആ ഒരു ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കാനാണ് അവൾ തീരുമാനിക്കുന്നത്. ഓക്കെ, then at the docks in Dublin, Eveline waits in a crowd to board the ship with Frank. She appears detached and worried, overwhelmed by the images around her, and prays to God for direction. Her previous declaration of intent seems to have never happened. When the boat whistle blows and Frank pulls on her hand to lead her with him, Eveline resists. She clutches the barrier as Frank is swept into the crowd moving toward the ship. He continually shouts, "Come!" but Eveline remains fixed to the land, motionless and emotionless. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ട് അവൾ ഡബ്ലിനിലെ തുറമുഖത്ത് എത്തുന്നുണ്ട്. ഫ്രാങ്ക് അവിടെ അവളെ വളരെ ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്.
എന്നാൽ അവളുടെ മനസ്സ് അവിടെ വെച്ച് പതറാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേർവഴിക്ക് ലീഡ് ചെയ്യണേ എന്ന് അവൾ ഗോഡിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രാങ്കിൻ്റെ കൂടെ പോകാമെന്നുള്ള ഒരു തീരുമാനം ശരിയായില്ല എന്ന് അപ്പോൾ അവൾക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. എന്നാൽ തുറമുഖം വിടാനുള്ള ഒരു ഒരുക്കത്തിൽ ബോട്ട് വിസിലടിക്കുന്ന ആ ഒരു സമയം ഫ്രാങ്ക് അവളുടെ കൈ പിടിച്ച് അവളെ ബോട്ടിലേക്ക് ആനയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരിയറിൽ അവൾ പിടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ആ ഒരു തള്ളലിൽ ഫ്രാങ്ക് ബോട്ടിൻ്റെ അടുത്തേക്ക് നീങ്ങി പോകുന്നുണ്ട്. ഈവലിൻ വരൂ വരൂ എന്ന് പറഞ്ഞ് പല പ്രാവശ്യം അവളെ അദ്ദേഹം വിളിക്കുന്നുണ്ടെങ്കിലും ഈവലിൻ അവിടെ നിന്ന് അനങ്ങാൻ പോലും കൂട്ടാക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഒരു മോഷൻലെസ് ആയിട്ടും അവൾ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈവലിന് തൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടുള്ളൊരു സ്നേഹമാണ്. കാരണം അത്രയൊക്കെ ദുരിതങ്ങൾ അവൾ അനുഭവിച്ചിട്ടും അവൾക്ക് അവളുടെ സ്നേഹനിധിയായ കാമുകനെ വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കാരണം അവർ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾ അവളുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൾ അവൾക്ക് ധിക്കരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനെയും അവളുടെ സഹോദരനെയും അവൾക്ക് നഷ്ടപ്പെടുത്താനുള്ള ഒരു മനസ്സ് ആ ഒരു സമയത്ത് അവൾക്ക് വന്നിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അവൾ തൻ്റെ ലവറിൻ്റെ കൂടെ, അതായത് തൻ്റെ അത്രയ്ക്ക് സ്നേഹനിധിയായിട്ടുള്ള ഒരു കാമുകൻ്റെ കൂടെ അവൾ പോവാണ്ടിരുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈവലിൻ എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്നും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ബൈ.